നമസ്കാരം. ഓണനാളുകൾക്ക് ശേഷം വാർത്താരംഭം വീണ്ടും പങ്കുചേരുമ്പോൾ നിരവധിയായിട്ടുള്ള വാർത്തകൾ രാവിലെ തന്നെ എത്തുന്നു. പ്രത്യേകിച്ചും മലപ്പുറത്ത് ചില ആശങ്കകളുടെ കാര്യങ്ങൾ വരികയാണ്. നിപ്പ സ്ഥിരീകരിച്ചിരുന്നു ഓണ ദിവസത്തിൽ, തിരുവോണ നാളിൽ. അതിനപ്പുറത്തേക്ക് മങ്കി പോക്സ് ഉണ്ടെന്ന സംശയവും അവിടെ ഉടലെടുക്കുകയാണ്. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായകമാണ്. അരവിന്ദ് കെജ്രിവാളിന് എന്നല്ല, ആം ആദ്മി പാർട്ടിക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ രാജി അതുണ്ടാകും. പുതിയതാര്, അദ്ദേഹത്തിന് പകരമാര് എന്നുള്ളതിലൊക്കെ ഒരു തീരുമാനം രാവിലെ 11:00 ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിരവധിയായിട്ടുള്ള വാർത്തകൾ നോക്കാം. തലക്കെട്ടുകൾ. നിപയ്ക്ക് പിന്നാലെ മലപ്പുറത്ത് മങ്കി പോക്സ് ആശങ്കയും. രോഗലക്ഷണങ്ങളോടെ ഒരാൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. നിപ സ്ഥിരീകരിച്ച തിരുവാലിയിൽ അതീവ ജാഗ്രത. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ഇന്ന് വൈകിട്ട് 4:30 ലഫ്റ്റനന്റ് ഗവർണർക്ക് രാജിക്കത്ത് നൽകും. പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ MLA-മാരുടെ യോഗം 11 മണിക്ക്. സാധ്യതകളിൽ അതിഷി മെർലേന മുന്നിൽ. വയനാട് ദുരന്ത നിവാരണത്തിന് ചെലവിട്ട തുകയിൽ ഉയർന്ന വിവാദം ആയുധമാക്കാൻ പ്രതിപക്ഷം. ആരോപണം ഗൗരവതരമെന്ന് വിലയിരുത്തൽ. പുറത്തു വന്നത് മെമ്മോറാണ്ടം എന്ന വാദം ഖണ്ഡിക്കാൻ നീക്കം. മൈനകപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരെ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതികളെ അപകട സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും 14 ദിവസം റിമാൻഡിൽ. ടൊവിനോ ചിത്രം ARMന്റെ വ്യാജ കോപ്പി പുറത്ത്. ഫോണിൽ സിനിമ കാണുന്ന ട്രെയിൻ യാത്രക്കാരുടെ ദൃശ്യം പുറത്തുവിട്ട സംവിധായകൻ. ഹൃദയഭേദകമെന്ന് ജിതിൻ ലാലിന്റെ കുറിപ്പ്. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. പോലീസ് കമ്മീഷണറെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും മാറ്റി മമതാ സർക്കാർ. ജമ്മു കശ്മീരിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. പോളിംഗ് 24 സീറ്റുകളിലേക്ക്. വോട്ടെടുപ്പിനായി കനത്ത സുരക്ഷ. വാർത്താരംഭത്തിലേക്ക് വിശദമായി. മലപ്പുറത്ത് മങ്കി പോക്സ് ആണ് എന്ന സംശയം. രോഗലക്ഷണങ്ങളോടെ ഒരാൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അനുമോദ് ചേരുന്നു. അനുമോദ്, ആശങ്കയുടെ ഒരു കാര്യം കൂടി മലപ്പുറത്ത്. കാരണം നിപ സ്ഥിരീകരിച്ച ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് മറ്റൊരു രോഗ സാധ്യത അത് നമുക്ക് സംശയമായി മുന്നിൽ വരുന്നത്. ഇത് ഏത് പ്രദേശത്താണ്? എന്തോ കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് വന്ന എടവണ്ണ സ്വദേശിക്കാണ് ഇപ്പോൾ മങ്കി പോക്സ് ലക്ഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ കഴിഞ്ഞ ദിവസം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയായിരുന്നു. ഇയാളുടെ തൊലിപ്പുറത്ത് ചുവന്ന തടിച്ച പാടുകളുണ്ട്. അതേപോലെ പനിയും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളുമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് മങ്കി പോക്സ് എന്ന ആശങ്കയിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നത്. എന്താണെങ്കിലും ഇയാളുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം ഏറെ വൈകാതെ ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ ദുബായിൽ നിന്ന് ഇയാൾ നാട്ടിലെത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാണെങ്കിലും മങ്കി പോക്സ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നിലവിൽ സ്ഥിരീകരിക്കാൻ കാത്തിരിക്കേണ്ട സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ നിപയ്ക്ക് പിന്നാലെ മങ്കി പോക്സ് എന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ മാറുമ്പോൾ മലപ്പുറം ജില്ല ആരോഗ്യ പ്രതിസന്ധിയിൽ ആകുന്നു എന്ന ആശങ്കയാണ് വരുന്നത്. നേരത്തെ തന്നെ നിപ സ്ഥിരീകരിച്ച് 2 മാസത്തിനിടെ 2ാം തവണയും നിപ സ്ഥിരീകരിച്ചത് വലിയ തോതിൽ തന്നെ ഒരാശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ് ജില്ലയിൽ തീർത്തിരിക്കുന്നത്. അതും നിപയുടെ പരിശോധനാ ഫലം 13 പേരുടെ പരിശോധനാ ഫലം ലഭ്യമാകാനുണ്ട്. അത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇപ്പോൾ മങ്കി പോക്സിന്റെ ആശങ്ക കൂടി ആ ജില്ലയിൽ ഉയരുന്നത്. എന്താണെങ്കിലും ഇതിന്റെ പരിശോധനാ ഫലങ്ങൾ എപ്പോൾ ലഭ്യമാകും എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും നമുക്ക് ഇതിന്റെ അടുത്ത ഘട്ടം എങ്ങനെയാണ് കൂടുതൽ ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ മുൻകരുതൽ എടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ മങ്കി പോക്സിന്റെ സംശയം തന്നെയാണ് നിലനിൽക്കുന്നത്. എന്താണെങ്കിലും ഇതിന്റെ ഒരു ഫലം ഏറെ വൈകാതെ ലഭിക്കുമെന്ന കണക്കുകൂട്ടലാണ് ആരോഗ്യവകുപ്പുള്ളത്. അനുമോദ്, ഈ മങ്കി പോക്സ് സാധ്യത അങ്ങനെ ഒരു സംശയമുള്ള സാഹചര്യത്തിൽ എന്തെങ്കിലും മുൻകരുതൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇടവണ്ണയിലുള്ള ആളുകളിൽ ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ ആരോഗ്യവകുപ്പ്?
ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് അത്തരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. കാരണം ഇത് സംശയം എന്ന തരത്തിൽ തന്നെയാണ് വരുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് ഔദ്യോഗിക അറിയിപ്പുകൾ ഇക്കാര്യത്തിൽ വന്നിട്ടില്ല എന്നതാണ് നിലവിലെ അവസ്ഥ. ഇതിന്റെ ഫലം വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. ഇപ്പോൾ നിലവിൽ ആരോഗ്യവകുപ്പ് പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ നിപ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഒരു ജാഗ്രതയിലുള്ളത്. മങ്കി പോക്സിന്റെ സ്ഥിരീകരണം വന്നതിന് ശേഷം പ്രത്യേകിച്ച് വിദേശത്ത് വന്ന ഒരു ആൾക്കാണ് വന്നത് എന്നതുകൊണ്ട് തന്നെ അതിന്റെ സോഴ്സ് ഒരുപക്ഷെ വിദേശത്ത് ആകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായിട്ട് മങ്കി പോക്സിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ പുറത്തുവിട്ടില്ല. നിപ കേന്ദ്രീകരിച്ചുള്ള മുന്നറിയിപ്പുകൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തേക്ക് ലഭ്യമായിട്ടുണ്ട്. റൈറ്റ് അനുമോദ്, ഒരു നിമിഷം കൂടി നിപ വാർത്തയിലും അനുമോദിൽ നിന്ന് വിവരങ്ങൾ തേടണം. വേറൊന്നുമല്ല, നിപ ആശങ്കയിൽ ആണ് മലപ്പുറത്തെ തിരുവാലി. അവിടെ അതീവ ജാഗ്രത തുടരുകയാണ്. മരിച്ചയാളുടെ റൂട്ട് മാപ്പ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഇതുപ്രകാരം സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം ഉയരാനും സാധ്യതയുണ്ട്. അനുമോദ്, ഈ സാമ്പിളുകൾ അയച്ചതിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കേണ്ടതല്ലേ? ഇന്നലെ 5 പേരുടെ ഫലം ലഭിക്കേണ്ടതായിരുന്നു. അത് ഇതുവരെ ലഭ്യമായിട്ടില്ല. 13 പേരുടെ ഫലങ്ങളാണ് ഇനി ആകെ ലഭ്യമാകാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു സാമ്പിൾ അതിന്റെ റിസൾട്ട് വരിക എന്നുള്ളത് തന്നെയാണ്. നിലവിൽ 175ഓളം പേര് ഇതിനോടകം തന്നെ ഈ ഒരു സമ്പർക്ക പട്ടികയിലുണ്ട്. അതിൽ 104 പേർ ഹൈ റിസ്ക് തരത്തിൽപ്പെട്ടതാണ്. ഇതിൽ ആരോഗ്യത്തിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇയാളുമായി ആദ്യം ഇടപഴകിയ ഏറ്റവും അടുത്തിടപഴകിയ ആളുകളുടെ രക്തപരിശോധനാ ഫലം ഈ ഒരു നിപ ബാധ എത്രമാത്രം ഗൗരവത്തിലുള്ളതാണ് എന്നത് സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് നിപ പരിശോധനാ ഫലം നെഗറ്റീവായി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയായിരുന്നു. കാരണം നിപ പടർന്നു പിടിക്കേണ്ട ഒരു സാഹചര്യം ജില്ലയിലില്ല എന്ന് നമുക്ക് പ്രാഥമികമായിട്ട് കണക്കാക്കാൻ കഴിയും. പക്ഷെ അതല്ല സാഹചര്യമെങ്കിൽ നമ്മളൊക്കെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയായിരിക്കും ഉണ്ടാവുക. നേരത്തെ 2 മാസം മുമ്പ് 10 വയസ്സുകാരൻ ലഭിച്ചപ്പോൾ മറ്റൊരാൾക്ക് നിപ ബാധ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ സർക്കാർ സ്വീകരിച്ചിരുന്നു, അല്ലെങ്കിൽ നടപടികൾ വിശദമാക്കി കൈക്കൊണ്ടിരുന്നു. അതേ ശൈലിയിൽ തന്നെയാണ് തിരുവാലിയിലും കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ വരാനുള്ള ഫലങ്ങളാണ്. ഈ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ തീരുമാനിക്കുക. എന്താണെങ്കിലും ഇന്നോ ഉച്ചയോടെ കുറച്ച് ഫലങ്ങളെങ്കിലും ലഭ്യമാകുന്ന കണക്കൂട്ടലാണ് ആരോഗ്യവകുപ്പ്. റൈറ്റ്, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. നിപ ആശങ്ക ഉണ്ട്. നിപ അതിൻ്റെ കൂടുതൽ പരിശോധനാ ഫലങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ മങ്കി പോക്സ് എന്നുള്ള സംശയം കൂടി മലപ്പുറത്ത് ഉയരുന്നത്. മറ്റു വാർത്തയിലേക്ക് പോയാൽ നമ്മൾ നേരെ പോവുക അത് ഡൽഹിയിലേക്കാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് രാജിവെക്കും. വൈകിട്ട് 4:30-ക്കാണ് ലഫ്റ്റനന്റ് ഗവർണർക്ക് രാജിക്കത്ത് കൈമാറുക. അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമി ആരെന്ന് രാവിലെ 11 മണിക്ക് ചേരുന്ന ആം ആദ്മി പാർട്ടി MLA-മാരുടെ യോഗത്തിൽ തീരുമാനമുണ്ടാകും. അതിഷി മെർലേന, സുനിത കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഉയരുന്നുണ്ട്. ആർക്കാണ് സാധ്യത എന്നുള്ളത് കാത്തിരുന്നറിയാം. പക്ഷെ അപ്പോഴും വിവരങ്ങൾ സുവി വിശ്വനാഥ് നൽകും. സുവി, ഈ സാധ്യതകൾ നിരവധി പേരുകൾ വരുന്നുണ്ട്. പക്ഷേ ഒരു മുൻതൂക്കം അതിഷിക്കുണ്ടോ? അതിഷി മെർലേനയ്ക്ക് തന്നെയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഇന്നലെ രാഷ്ട്രീയകാര്യ സമിതി ചേർന്നപ്പോൾ ഏറ്റവും കൂടുതൽ പേർ പറഞ്ഞ പേര് അതിഷി മെർലേനയുടേതായിരുന്നു. സുനിതയുടെ പേര് പറഞ്ഞുവെങ്കിലും അതിനെ കെജ്രിവാൾ നിരാകരിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും കെജ്രിവാളിന്റെ പിൻഗാമി ആര് എന്ന കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനമാകും. രാവിലെ 11 മണിയോടുകൂടി നിയമസഭാ കക്ഷിയോഗം ചേരുന്നുണ്ട്. MLA-മാർ തീരുമാനിക്കട്ടെ എന്നൊരു നിർദ്ദേശമാണ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതിൽ കെജ്രിവാളും പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിലാണ് ആരായിരിക്കും കെജ്രിവാളിന്റെ പിൻഗാമി എന്ന തീരുമാനമാവുക. വനിതകൾക്ക് മുൻതൂക്കം നൽകുക എന്ന കാര്യത്തിൽ ഒരു സമവായമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ മമതാ ബാനർജിക്ക് ശേഷം വനിതാ മുഖ്യമന്ത്രിയാകുന്നത് അതിഷി മെർലേന ആയിരിക്കും. ആ ഒരു പ്രയോറിറ്റിയും അതിഷി മെർലേനയ്ക്ക് ലഭിക്കും എന്നാണ് ആം ആദ്മി വൃത്തങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അതിഷി മെർലേനയോടൊപ്പം തന്നെ ഗോപാൽ റായിയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത തുടരുകയാണ്. 11 മണിയോടുകൂടി ഇതിന് ഒരു വ്യക്തമായ ചിത്രം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അരവിന്ദ് കെജ്രിവാൾ രാജിപ്രഖ്യാപനം നടത്തിയത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചുവെങ്കിലും കർശനമായ ഉപാധികളായിരുന്നു. ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ കയറരുത് എന്നതടക്കമുള്ള ഉപാധികളാണ് അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് ഭരണനിർവഹണത്തെ ബാധിക്കുന്നു എന്ന ഒരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ ഒരു രാജിപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രയോടൊപ്പം, അതായത് നവംബറിൽ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ നടത്തണം എന്നൊരു നിർദ്ദേശവും അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. എന്നാൽ ഇതിനോട് ഈ ഒരു കാര്യത്തിനോട് ഇലക്ഷൻ കമ്മീഷന് യോജിപ്പില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫെബ്രുവരിയിലാണ് സാധാരണഗതിയിൽ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. ഫെബ്രുവരി, അത് ഒരുപക്ഷെ ജനുവരി അവസാനത്തേക്ക് നീണ്ടുപോയേക്കാം, അല്ലെങ്കിൽ
നവംബറിൽ നടത്താൻ സാധിക്കില്ല, വോട്ടേഴ്സ് ലിസ്റ്റ് ഉൾപ്പെടെ തയ്യാറാക്കേണ്ടതുണ്ട് എന്നൊരു പ്രതികരണമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇന്ന് കെജ്രിവാളിന്റെ പിൻഗാമി ആര് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. കെജ്രിവാളിന് ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. അതിനുശേഷം മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എങ്കിൽ കൂടിയും ആര് എന്നതിലേക്ക് ഒരു വ്യക്തമായ തീരുമാനം ഇന്നുണ്ടാകും. വൈകിട്ട് 4 മണിക്കാണ് അരവിന്ദ് കെജ്രിവാൾ രാജിക്കത്ത് നൽകുക. ലഫ്റ്റനന്റ് ഗവർണർക്ക് രാജിക്കത്ത് നൽകും എന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ പുതിയ സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ആം ആദ്മി വൃത്തങ്ങൾ പറയുന്നത്. എൽദോ. ശരി സുവി, വൈകിട്ട് 4:30 രാജിക്കത്ത് കൈമാറും. പുതിയ മുഖ്യമന്ത്രി ആരാണെന്നുള്ളതിൽ ഒരു 11:30-12 തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വയനാട് ദുരിതാശ്വാസത്തിൽ തുക ചെലവിട്ടതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം ഗൗരവതരമെന്ന വിലയിരുത്തലാണ് പ്രതിപക്ഷം. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ അടക്കം പ്രതികരണങ്ങൾ ഇന്ന് സാധ്യതയുണ്ട്. എസ്റ്റിമേറ്റ് കണക്കുകളാണ് പുറത്തു വന്നത് എന്ന സർക്കാർ വാദം അത് ശരിയല്ല എന്ന് പ്രതിപക്ഷം വിലയിരുത്തുന്നു. വി അരുൺ ചേരുന്നു. അരുൺ, ഒരു വീണുകിട്ടിയ വടിയായാണ് പ്രതിപക്ഷം ഈ പുതിയ ആരോപണത്തെ കണക്കാക്കുന്നത്. അതിൻ്റെ വസ്തുത എന്ത് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അതിനുമപ്പുറം ഹൈക്കോടതിയിൽ സമർപ്പിച്ച വിവരങ്ങളായതുകൊണ്ട് തന്നെ അതിൽ വളരെ ഗൗരവതരമായിട്ടുള്ള പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ട്. എങ്ങനെയായിരിക്കും ഇത് കൈകാര്യം ചെയ്യുക? പ്രതിപക്ഷം കുറച്ചുകൂടി ജാഗ്രതയോടുള്ള ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. പക്ഷെ പ്രതിപക്ഷം അത്തരമൊരു എടുത്തിയാടിയ നിലപാടിലേക്ക് പോയിട്ടില്ല. ഇന്ന് പ്രതിപക്ഷ പ്രതികരണം വിശദമായി തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാർത്തയിൽ ഈ ആരോപണത്തിൽ ഗുരുതരമായ ചില കണ്ടെത്തലുകളുണ്ട്, വസ്തുതകളുണ്ട് എന്ന ഒരു പ്രാഥമിക വിലയിരുത്തൽ പ്രതിപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് അതുകൂടി പഠിച്ച ശേഷമുള്ള പ്രതികരണമാകാം ഒരുപക്ഷെ ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് ഉണ്ടാവുക. സർക്കാർ പൂർണ്ണമായും ഈ വാർത്തയും ആരോപണങ്ങളെയും തള്ളുകയാണ്. എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് പതിവുള്ളതാണ്. പക്ഷെ ആ എസ്റ്റിമേറ്റിലും ഇത്രയധികം തുക മാറ്റിവെക്കേണ്ട ഇതുണ്ടായിരുന്നോ? എന്തിനാണ് കേന്ദ്രത്തിൽ നിന്ന് സഹായം വാങ്ങിയെടുക്കാൻ എന്നൊക്കെ സർക്കാർ ന്യായീകരിക്കാമെങ്കിൽ ഇത്രയധികം തുക മാറ്റിവെച്ചത് എന്തായിരുന്നു അതിന്റെ കൃത്യമായ ഉദ്ദേശമെന്ന് സർക്കാർ വ്യക്തമാക്കേണ്ടി വരും. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പൊക്കെ വരുമ്പോഴും അതിനെയും ആ രീതിയിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷവും ആ രീതിയിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല. ക്രമക്കേടിനുള്ള നീക്കം നടന്നു എന്ന് തന്നെയാണ് വിമർശനം ഉയർന്നത്. പക്ഷേ നേരത്തെയും ഇങ്ങനെയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. മാത്രമല്ല ഇതിന്റെ കണക്ക് ഒരു തരത്തിലും സെറ്റിൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബില്ല് മാറിയിട്ടില്ല. ഇത് ഒരു എസ്റ്റിമേറ്റിലെ തുക മാത്രമാണ്. കൃത്യമായ കണക്ക്, ആക്ച്വൽ കണക്ക് എത്രയെന്നുള്ളത്, ഈ ചിലവാക്കി ഓരോ ഇനത്തിനും ഓരോ ഹെഡിലും ചെലവാക്കിയ തുക എത്രയെന്നുള്ളത് ഇനി പുറത്തുവരാനിരിക്കുന്നതേ. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ക്രമക്കേടോ നീക്കമോ നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് സർക്കാർ ഇപ്പോഴും ആ വാദം ഉയർത്താനാണ് പ്രതിരോധിക്കുന്നത്. മാത്രമല്ല കേന്ദ്രം ഈ 1.5 മാസത്തിലേറെ കഴിഞ്ഞിട്ടും, ഈ ദുരന്തമുണ്ടായി 1.5 മാസത്തിലേറെ കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി നേരിട്ട് ദുരന്തഭൂമി സന്ദർശിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും മുഖ്യമന്ത്രിയുടെ നിവേദനം ലഭിച്ചിട്ടുമൊന്നും നടപടിയെടുക്കാത്തതിൽ ഉള്ള രാഷ്ട്രീയ നീക്കം കൂടി, അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ കൂടി സർക്കാർ ആലോചിക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നമുള്ളപ്പോൾ അത് പറയാതെ പകരം ഈ എസ്റ്റിമേറ്റ് കണക്കുകൾ ചൂണ്ടിക്കാട്ടി ഇവിടെ കൊള്ള നടക്കുന്നു എന്ന വിമർശനം ഉയർത്തുന്നതിനെയാകും ഭരണപക്ഷം പ്രതിരോധിക്കുക. അരുൺ, ഈ ഇത്തരത്തിലൊരു ആശങ്ക ഉണ്ടാകാം, സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ഉണ്ടായിരുന്നില്ലേ? ഈ ഹൈക്കോടതിയിൽ ഈ വിവരങ്ങൾ സമർപ്പിക്കുമ്പോൾ അത് സ്വാഭാവികമായും അത് പുറത്തേക്ക് വരാം. ഈ മെമ്മോറണ്ടം ആണ് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു ധാരണയിൽ തന്നെ അത് നൽകിയിരുന്നില്ല. എങ്ങനെയാണ് ഇത്തരത്തിലൊരു തെറ്റിദ്ധാരണ ജനിപ്പിക്കും വിധത്തിൽ എന്ന് സർക്കാർ വിലയിരുത്തുന്ന ഈ പട്ടിക പുറത്തേക്ക് വരുന്നത്? പ്രധാനമന്ത്രിക്ക് കൊടുത്ത പട്ടിക, ഈ ദുരിതാശ്വാസ ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിശദാംശങ്ങൾ കോടതി ചോദിച്ചപ്പോൾ കോടതിക്കും അതേ പകർപ്പ്, മെമ്മോറണ്ടത്തിന്റെ പകർപ്പ് കൈമാറുകയായിരുന്നു എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. അത് സ്വാഭാവികമാണ്. അതിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒളിച്ചുവെക്കാറുണ്ടെങ്കിൽ അങ്ങനെ കൈകാറേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ. കോടതി ആവശ്യപ്പെടുമ്പോൾ പ്രധാനമന്ത്രി കൊടുത്ത മെമ്മോറണ്ടത്തിന്റെ പകർപ്പ് തന്നെയാണ് കൊടുത്തത്. അത് അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന ചെലവുകളുടെ ഒരു കണക്ക് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കൃത്യമായി അവിടെ നടന്ന അല്ലെങ്കിൽ ചിലവായ അല്ലെങ്കിൽ നൽകേണ്ടി വരുന്ന തുകയല്ല അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എസ്റ്റിമേറ്റ് മാത്രമാണ്. അതിൽ ചിലതിൽ കൂടാം, ചിലത് കുറയാം. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു അപാകതയും ഇല്ല എന്നൊരു വിശദീകരണമാണ് സർക്കാർ നൽകുന്നത്. ഈ പട്ടിക പുറത്തു വന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുള്ളതായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നില്ല. പക്ഷേ അത് തീർച്ചയായിട്ടും സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ബോധിപ്പിക്കാനായില്ലെങ്കിൽ അതിന്റെ തിരിച്ചടിയായി മാറുമെന്ന് ഉറപ്പാണ്. കാരണം ദുരിതാശ്വാസ ബന്ധപ്പെട്ട ക്രമക്കേട് ആരോപണം നേരത്തെ സർക്കാരിനെതിരെ ഉയർന്നതാണ്. ലോകായുക്തയിലടക്കം അതിന്റെ കേസുണ്ടായിരുന്നു. അതിപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. അങ്ങനെ വരുമ്പോൾ വയനാട് ദുരിതാശ്വാസം, ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ തന്നെ ദുരിതാശ്വാസ സഹായം നൽകുന്ന
കുറിച്ച് വലിയ പ്രചരണം ഉണ്ടായിരുന്നു. അതിന് അന്ന് അവർ അങ്ങനെ പ്രചരിപ്പിക്കുന്നത് ചൂണ്ടിക്കാട്ടിയതും ഇത്തരത്തിൽ ഇത് ദുരുപയോഗം ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ അതിലേക്ക് മറികടന്ന് വലിയ സഹായമാണ് ആ സർക്കാർ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നു. അതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല, ക്രമക്കേടും ഉണ്ടായിട്ടില്ല എന്ന് ജനങ്ങളെ കൂടി ബോധിപ്പിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അതാണ് സർക്കാരിനെ ഇപ്പോൾ ആശങ്കയിലാക്കുന്നത്. കൃത്യമായി അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാകുമോ എന്ന് തന്നെയാകും സർക്കാരിന്റെ ശ്രമം. റൈറ്റ്, വി ബി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പ്രതികളെ അപകട സ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് ശ്രമം. എസ് വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി. വിനീഷ്, മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു അപകടം എന്നല്ല, കൊലപാതകമായിരുന്നു അത്. ഈ പ്രതികൾ ഇപ്പോൾ റിമാൻഡിലാണല്ലോ. തെളിവെടുപ്പിനുള്ള സാധ്യത ഇന്ന് തന്നെയുണ്ടോ? എപ്പോഴാണ് ഈ കസ്റ്റഡി അപേക്ഷയിലേക്ക് നീങ്ങുക? കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റിക്കൊന്ന സംഭവത്തിലെ പ്രതികൾ റിമാൻഡിലായതായിട്ടുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. 14 ദിവസത്തേക്കാണ് അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പ്രതികളെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. പ്രതികൾ ബോധപൂർവം യുവതിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയെന്ന തരത്തിലാണ് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഡോക്ടർ ശ്രീകുട്ടി വാഹനം ഓടിച്ച് മുന്നോട്ട് പോകാൻ അജ്മലിന് നിർദ്ദേശം നൽകിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തെളിവുകളും CCTV ദൃശ്യങ്ങളും ശക്തമായി നിലനിൽക്കുന്നതാണെന്ന് മജിസ്ട്രേറ്റ് നിരീക്ഷണം നടത്തുകയും ചെയ്തു. പ്രതികൾ ചെയ്തത് ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റമെന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞു. തുടർന്ന് പ്രതികളെ റിമാൻഡ് ചെയ്യുകയായിരുന്നു എൽദോ. ഇനിയിപ്പോൾ കസ്റ്റഡി അപേക്ഷ, അതായത് അടുത്ത പ്രവൃത്തി ദിനത്തിൽ, കോടതിയുടെ പ്രവൃത്തി ദിനത്തിലായിരിക്കും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുക പോലെയുള്ള നടപടിക്രമങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകളെല്ലാം ഇതെങ്കിൽ മാത്രമേ അജ്മലിന്റെ ക്രിമിനൽ പശ്ചാത്തലത്തെ കുറിച്ചെല്ലാം കൃത്യമായ ഒരു വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അടുത്ത പ്രവൃത്തി ദിനത്തിലാവും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. റൈറ്റ്, വിനീഷ്, ഒരു കാര്യം കൂടി, ഈ ഒപ്പം യാത്ര ചെയ്തിരുന്ന സ്ത്രീയുടെ പ്രതികരണവും ഇന്നലെ കണ്ടിരുന്നു. ഒപ്പം ഈ നാട്ടുകാർ ഉൾപ്പെടെ തടഞ്ഞ് പിന്നാലെ ഓടുന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, രക്ഷപ്പെട്ട ശേഷം അപകടകരമായ വിധത്തിൽ വാഹനം ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ പങ്കുവച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ തെളിവെടുപ്പൊക്കെ ദുഷ്കരമായിരിക്കില്ല. പ്രദേശത്ത് എത്തുമ്പോൾ സ്വാഭാവികമായും വലിയ വികാരഭരിതമായിട്ടുള്ള എതിർപ്പുകൾ, കയ്യേറ്റ ശ്രമങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അത്തരം ഒരു ക്രൈം ഒരു വലിയ ടൗണിൽ നടന്ന സാഹചര്യത്തിൽ തീർച്ചയായും എൽദോ, നാട്ടുകാരുടെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രകോപനം ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് കണക്കിലാക്കുന്നത്. അതെല്ലാം മനസ്സിലാക്കിയായിരിക്കും ഇത്തരത്തിലൊരു നടപടിക്രമങ്ങൾ നടത്തുക. അവിടെ അല്ലാതുള്ള തെളിവെടുപ്പെല്ലാം ദുഷ്കരമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ അടുത്ത പ്രവൃത്തി ദിനത്തിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പണത്തിനോടൊപ്പം തന്നെയായിരിക്കും തെളിവെടുപ്പും നടത്തുക. എന്തായാലും ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലത്തെ കുറിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. 5ൽ പരം കേസുകളാണ് ഈ അജ്മലിനെതിരെ തന്നെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഈ മോഷണം, അതുപോലെ തന്നെ ഈ ചന്ദനക്കടത്ത്, ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനും അതിനൊരു നരഹത്യ കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. യുവ ഡോക്ടറാണ്. ഈ സംഭവം പുറത്തായപ്പോൾ തന്നെ ഡോക്ടർ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ നിന്നും ഡോക്ടറെ പുറത്താക്കിയ നടപടിയും ഉണ്ടായിട്ടുണ്ട്. ശരി വിനേഷ്. ഡോക്ടർ ശ്രീകുട്ടി എന്നാണ് അവരുടെ പേര്, സുഹൃത്തിൻ്റേത്. ഒപ്പം അജ്മൽ, ഈ രണ്ടുപേരും ഇപ്പോൾ റിമാൻഡിലാണ്. അവർക്ക് കസ്റ്റഡി അപേക്ഷ ഇന്ന് അന്വേഷണ സംഘം നൽകും. പ്രദേശത്ത് അപകടം നടന്ന സ്ഥലത്തുൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള ശ്രമമുണ്ട്. പക്ഷേ ജനങ്ങളുടെ രോഷം സ്വാഭാവികമാണ്. അത് മറികടന്നേ മതിയാകൂ പോലീസിന്. എറണാകുളം മരോട്ടിച്ചുവട് കൊലപാതകത്തിൽ അറസ്റ്റിലായ പ്രതി സമീറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഉച്ചയോടെയാണ് എറണാകുളം CJM കോടതിയിൽ പ്രതിയെ ഹാജരാക്കുക. മദ്യപാനത്തിനിടയിലുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഈ ഒരാൾ മാത്രമാണ് ഇതിൽ പങ്ക് ചേർന്നിട്ടുള്ളത് എന്നാണോ പോലീസ് കരുതുന്നത്? എൽദോ, നിലവിൽ പോലീസിന്റെ ഒരു അനുമാനം അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 2 പേരെ, സമീർ ഉൾപ്പെടെ മറ്റൊരാളെ കൂടി, തൃപ്പൂണിത്തുറ സ്വദേശിയെ കൂടി കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെങ്കിലും ചോദ്യം ചെയ്യലിൽ അയാൾക്ക് ഈ കൃത്യത്തിൽ, കൊലപാതകത്തിൽ അയാൾക്ക് പങ്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസിന്. ഇവരൊരുമിച്ച് മദ്യപിച്ചിരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഇതിനുശേഷം ബഹളത്തിലേക്ക് എല്ലാം തന്നെ നീങ്ങുന്നതും പിന്നീട് സമീർ ഇയാളെ കൊലപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്ന, പ്രവീണിനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് നേരത്തെ കസ്റ്റഡി
കസ്റ്റഡിയിലെടുത്ത ആളെ പോലീസ് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു. കൂടുതൽ പേർക്ക് മറ്റെന്തെങ്കിലും വേറെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം, കാരണം ഈ ഇരുവർക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും വിഷയങ്ങൾ തർക്ക കാരണമായിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. സമീറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡി അപേക്ഷ നൽകുന്നതിന് ശേഷമാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഇതിൽ മറ്റുള്ളവർക്കുള്ള ഒരു പങ്ക് ഏതെങ്കിലും രീതിയിൽ ഇവർ തർക്കത്തിൽ ഏർപ്പെട്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട പ്രവീണിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇയാളും നേരത്തെയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ തന്നെയാണ്. ഇരുവരും ഈ രീതിയിലെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ടിരുന്നു എന്നതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മരോട്ടിച്ചൂട് പാലത്തിന് അടിവശം അയാൾ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ദേഹമാസകലം മുറിവുകളുണ്ടായിരുന്നു. അതിൽ ഒരു അസ്വാഭാവികത സംശയിച്ച് പോലീസ് പിന്നീട് അന്വേഷണത്തിനൊടുവിലാണ് ഈ സമീറിനെ അറസ്റ്റ് ചെയ്യുന്നത്. റൈറ്റ്. എന്താണെങ്കിലും പോലീസ് അന്വേഷണം തുടരുകയാണ്. കൂടുതൽ പ്രതികളില്ല എന്ന് കരുതുകയും ചെയ്യുന്നു പോലീസ് സംഘം. വാർത്താരംഭം തിരികെ എത്താം. മലപ്പുറം എസ് പി ശശിധരൻ പ്രതികരിച്ചിട്ടുണ്ട് ന്യൂസ് 18നോട്. അതിലേക്കാണ് വരിക. വാർത്താരംഭത്തിൽ ഒരു ഇടവേള. വാർത്താരംഭം തുടരുകയാണ്. എസ് പി ക്യാമ്പ് ഓഫീസിലെ മരംമുറി പരാതിയിൽ അപ്പോൾ തന്നെ നടപടിയെടുത്തിട്ടുണ്ടെന്ന് മലപ്പുറത്തിന്റെ മുൻ എസ് പി എസ് ശശിധരൻ. അന്വേഷണം നടന്നു വരികയാണ്. PV അൻവർ MLA മോഷണ പരാതിയിലും അന്വേഷണം നടക്കുന്നുണ്ട്. വൈകാതെ തെളിയിക്കാൻ കഴിയും. മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാട്ടം ശക്തമായി തുടരുമെന്നും ശശിധരൻ പറഞ്ഞു. എനിക്ക് കിട്ടിയ മരമുറി കേസിലെ പരാതിയിൽ അപ്പോൾ തന്നെ ഞാൻ നടപടിയെടുത്തിട്ടുണ്ട്. ഞാൻ വലിയ ദിവസത്തിനെ അറിയിച്ചിട്ടുണ്ട്. അത് അന്വേഷണം നടന്നു വരികയാണ്. മറ്റേ മോഷണ കേസ് അത് പോലീസ് അന്വേഷിച്ച് വരികയാണ്. പെട്ടെന്ന് ഒരു കേസ് പിടിച്ചോളണമെന്ന് ഇവിടെ അന്വേഷിച്ച് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിലും ഒരു ബ്രേക്കൗട്ട് ഉണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ശക്തമായി തുടരും. അഴിമതിക്കെതിരെയും അതുപോലെ തന്നെ മാഫിയ പ്രവർത്തനങ്ങൾക്കെതിരെയും എൻ്റെ പോരാട്ടം ഞാൻ ശക്തമായി തന്നെ തുടരും. എസ് പി ക്യാമ്പ് ഓഫീസിലെ മരംമുറിയിൽ പരാതി നൽകിയിരുന്നു. അതിൽ നടപടിയെടുത്തിട്ടുണ്ടെന്നാണ് മലപ്പുറത്തിന് മുൻ SP ആയിട്ടുള്ള ശശിധരൻ്റെ പ്രതികരണം. രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളുമായിട്ടാണ് PV അൻവർ MLA ഇദ്ദേഹത്തിൻ്റെ രംഗത്തെത്തിയത്. വിക്കറ്റ് വീണു എന്നുള്ളതായിരുന്നു അപ്പോഴത്തെ പ്രതികരണവും. എന്നാലും അതിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറിയിരിക്കുന്നത്. പുതിയ ചുമതലകളിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. അഴിമതിക്കും മാഫിയ പ്രവർത്തനങ്ങൾക്കുമെതിരെ പോരാട്ടം ശക്തമായി തുടരും. സ്വാധീനങ്ങൾക്ക് വഴങ്ങാറില്ല എന്നുള്ളതാണ് ശശിധരൻ്റെ മുൻ SP പ്രതികരണങ്ങൾ. തെറ്റിന് കൂട്ടുനിൽക്കാറില്ല ഒരിക്കലും ശശിധരൻ വ്യക്തമാക്കുന്നു. PV അൻവർ MLA മോഷണ പരാതിയിലും അന്വേഷണം നടക്കുന്നുണ്ടെന്നും ശശിധരൻ പറയുന്നു. CV അനുമതി ചേരുന്നു വിവരങ്ങളുമായി. അനുമതി, PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ വലിയ തോതിൽ പ്രതിരോധത്തിലായിരുന്നു. ഒരിക്കൽ വേദിയിലിരുന്ന് ശോഭിക്കുന്ന MLA നമ്മൾ കണ്ടതാണ് പരസ്യമായി. അതിൽ മൗനവുമായി തിരികെ പോയ അദ്ദേഹം ഇപ്പോൾ പ്രതികരണത്തിന് തയ്യാറാകുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്? എൽദോ, അദ്ദേഹം മലപ്പുറം SP ചുമതല ഒഴിഞ്ഞതിന് ശേഷം മടങ്ങുന്നതിന് മുൻപായിട്ടാണ് ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണങ്ങളിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള മറുപടിയാണ് നൽകിയിരിക്കുന്നത്. അഴിമതിക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ് താൻ. അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. പോലീസിനെതിരെ ആരോപണങ്ങൾ വന്നേക്കാം. നമ്മൾ അതിൻ്റെ ഭാഗമല്ലെങ്കിൽ പിന്നെ എന്തിനേയും ഭയക്കേണ്ടതില്ല. കൈകൾ ശുദ്ധമാണെങ്കിൽ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. ശരിയുടെ പാതയിലാണെങ്കിൽ പിന്നെ എന്തിനെയാണ് പേടിക്കേണ്ടതെന്ന ചോദ്യമാണ് ഉയരുന്നത്. അതായത് മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വലിയ പരാതി അത് മലപ്പുറത്തെ SP മാർക്കെതിരെ ഉയരുന്ന ഒരു വലിയ ആക്ഷേപമാണ്. അത് LDF-ഉം UDF-ഉം ഒരുപോലെ പല പ്രവർത്തകരും ഉന്നയിച്ചൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ജനസംഖ്യ കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം കൂടും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ കൂടുതലൊന്നും വിവാദമാക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ SP ക്യാമ്പ് ഓഫീസിലെ മരമുറി സംബന്ധിച്ച് പരാതി ഉയർന്നപ്പോൾ തന്നെ നടപടിയെടുത്തതാണ്. അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിലും തൻ്റെ ഭാഗത്തു നിന്നും
പിഴവുകൾ ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഉള്ളത്. അൻവർ MLA യുടെ മോഷണ കേസിലും അന്വേഷണം തുടരുകയാണ്. അത് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളി. എന്നാൽ ഔദ്യോഗികമായിട്ടൊരു സ്ഥാനത്തിരിക്കുമ്പോൾ പുലർത്തേണ്ട ശ്രദ്ധയും ആ ജാഗ്രതയും പുലർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വാക്കുകൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത്. എന്നാണെങ്കിലും തന്റെ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നും നിലവിൽ ഉയർന്ന വിവാദങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നും താൻ ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്നും ആവർത്തിച്ചുകൊണ്ടാണ് SP ശശിധരൻ മലപ്പുറത്ത് നിന്നും ചുമതല ഒഴിഞ്ഞത്. എൽദോ റൈറ്റ്, സീനിയാണ് വിവരങ്ങൾ നൽകിയത്. റിലീസിന് പിന്നാലെ ടൊവിനോ ചിത്രം അജയന്റെ രണ്ടാം മോഷണത്തിന്റെ വ്യാജ കോപ്പി പുറത്തിറങ്ങി. ട്രെയിനിലിരുന്ന് വ്യാജ കോപ്പി കാണുന്ന യാത്രക്കാരന്റെ വീഡിയോ സംവിധായകൻ ജിതിൻ ലാൽ തന്നെയാണ് പുറത്തുവിട്ടത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു ആ വീഡിയോ പങ്കുവെക്കുന്നത്. ഒരു സുഹൃത്ത് അയച്ചു തന്ന വീഡിയോ ആണ് ഇതെന്നും ഇത് തന്റെ ഹൃദയം തകർക്കുന്നു എന്നുമാണ് ജിതിൻ ലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഹരി കൃഷ്ണൻ ചേർത്ത് വിവരങ്ങളുമായ ഹരി, ഉജ്ജ്വല റിപ്പോർട്ടോടുകൂടി മുന്നേറുന്ന ഒരു ചിത്രമാണ്. ഒരു ഓണം ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സിനിമയുടെ വ്യാജ കോപ്പി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സംവിധായകന്റെ ഹൃദയം തകരാതിരിക്കുക വയ്യ. ഇതിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ അദ്ദേഹം? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണം വിന്നറായി തന്നെ അജയന്റെ രണ്ടാം മോഷണം തുടരുകയാണ്. നമ്മൾ ഓൺലൈനിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിരവധി ടിക്കറ്റുകളാണ് ഒരു മണിക്കൂറിലും വിറ്റ് പോകുന്നത്. ജിതിനെ സംബന്ധിച്ചിടത്തോളം തന്റെ 8 വർഷത്തെ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഈ സിനിമ അദ്ദേഹം റിലീസിനെത്തിച്ചത്. 2016 മുതൽ തന്നെ ഈ ചിത്രത്തിന്റെ ഡിസ്കഷൻസ് ആരംഭിച്ചതാണ്. അതിനുശേഷം 24-ൽ ഓണത്തിന് റിലീസ് ചെയ്യുമ്പോൾ 8 വർഷത്തെ തന്റെ കഠിന പ്രയത്നമാണ് ഈ ഒറ്റ നിമിഷം കൊണ്ട് തകർക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ട്രെയിൻ യാത്രക്കിടയിൽ യാതൊരു കൂസലുമില്ലാതെ കഴിഞ്ഞ ദിവസം റിലീസായിരുന്ന ഒരു സിനിമ മൊബൈലിൽ കാണുന്നു എന്നുള്ളത് തന്നെ ഈ യാത്രക്കാരൻ ചെയ്യുന്നത്. ഒരു ചായയൊക്കെ കുറിച്ച് വളരെ റിലാക്സ് ചെയ്തുകൊണ്ട് അദ്ദേഹം സിനിമ കാണുന്നു. ഇതുപോലെ നിരവധി കോപ്പികൾ പ്രത്യേകിച്ച് ഒട്ടാകെ തന്നെ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ തന്നെ ഈ ചിത്രത്തിന്റെ പൈറേറ്റഡ് കോപ്പി ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ തന്നെ പരക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനമായി എടുത്ത് സൂചിപ്പിക്കേണ്ടത് ഈ കാണുന്ന പ്രിന്റിലൊക്കെ തന്നെ 2.5 മണിക്കൂർ നീളുന്ന ഈ സിനിമ ഫുള്ളുണ്ട്. ആ ഫുൾ ഒട്ടാകെ തന്നെ ഒരു ഷേക്ക് പോലും ഇല്ലാതെ ട്രൈപോഡ് വരെ ഉപയോഗിച്ച് തിയേറ്ററിനകത്ത് ട്രൈപോഡും മറ്റ് സജ്ജീകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ ചിത്രം പകർത്തുന്നു എന്നുള്ളതാണ്. എല്ലാ തിയേറ്ററുകളിലും CCTV ക്യാമറകളുണ്ട്, എല്ലാം നിരീക്ഷണത്തിലാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. എന്നിട്ട് പോലും ഈ നിരീക്ഷണ വലയത്തേക്ക് ഭേദിച്ചുകൊണ്ട് ഈ തിയേറ്ററുകളിൽ ഇതെങ്ങനെ ഷൂട്ട് ചെയ്യപ്പെടുന്നു, അതിനുശേഷം ഈ കോപ്പികളൊക്കെ തന്നെ എങ്ങനെ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ നിയമ നടപടി ഈ പൈറേറ്റഡ് കോപ്പികൾ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് വേണം എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കുറേ നാളുകളായി ചർച്ച ഉള്ളതാണ്. കഴിഞ്ഞ മാസം തന്നെ ഒരു സിനിമ രായൻ എന്ന തമിഴ് ചിത്രം ഇതുപോലൊരു പൈറേറ്റഡ് കോപ്പി വന്നതിന് ശേഷം തിരുവനന്തപുരം ഏരീസ് പ്ലെക്സിൽ നിന്ന് ഒരാളെ പിടികൂടുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ സംഭവം പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നാണ് ഈ കോപ്പി പുറത്ത് വന്നിരിക്കുന്നത്. ഓവർസീസിനായിട്ട് മറ്റൊരു പ്രിന്റും ഇന്ത്യയിൽ നിന്ന് വേറൊരു പ്രിന്റുമാണ് ഈ ചിത്രത്തിൽ അണിയർ പ്രവർത്തകർ ഒരുക്കിയിരുന്നത്. അതിൽ ഓവർസീസ് പ്രിന്റിൽ അറബ് സബ് ടൈറ്റിൽസ് ഉണ്ടായിരുന്നു. ഇതിൽ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഈ പൈറേറ്റഡ് കോപ്പിയിൽ അറബ് സബ് ടൈറ്റിൽസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോപ്പിയാണെന്ന് സംവിധായകൻ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഈ ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് അത് ഏത് സംസ്ഥാനത്തിൽ ഹിന്ദി പതിപ്പുകളൊക്കെ ഈ ചിത്രത്തിന്റെ റിലീസായിരുന്നു. 4 ഭാഷകളിലായിരുന്നു, ഹിന്ദി, തമിഴ്, തെലുഗു, കന്നഡ, പിന്നെ മലയാളം. ഈ 5 ഭാഷകളിലാണ് ചിത്രം റിലീസിനെത്തിയത്. അതിൽ ഹിന്ദി കോപ്പിയും ഇതുപോലെ പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ചിത്രം റിലീസ് ചെയ്ത അടുത്ത ദിവസം തന്നെയാണ് ഇത് സമൂഹ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ തന്നെ യൂടോറന്റ് എന്ന വെബ്സൈറ്റിലും ടെലഗ്രാം ഗ്രൂപ്പുകളിലുമൊക്കെ തന്നെ ഈ കോപ്പീസ് പ്രത്യേകിച്ച് പരക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമ നടപടിയുമായി താൻ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം കാണുന്നവർ കാണട്ടെ, അല്ലാതെ ഞാൻ എന്ത് പറയാനാണ് എന്നത് സംബന്ധിച്ചായിരുന്നു. ഹൃദയം വേദനിക്കുകയാണ് എന്നാണ് അദ്ദേഹം കുറിച്ചിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അണിയറ പ്രവർത്തകരുടെ നീക്കം. നിർമ്മാതാവ് ലിസ്റ്റൻ സ്റ്റീഫൻ ആണ് ചിത്രത്തിന്റെ. അദ്ദേഹം ഈ നിയമ നടപടികളുമായി പ്രത്യേകിച്ച് ഈ കോപ്പികളുമായി ബന്ധപ്പെട്ട് ഉള്ള നിയമ നടപടികളിലേക്ക് ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണ സുപ്രിയ മേനോൻ, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ പാനൽ സുപ്രിയ മേനോൻ നിർമ്മിച്ച ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെയും കോപ്പി ഇതുപോലെ പുറത്തു വന്നിരുന്നു. അതിനുശേഷം സുപ്രിയ മേനോൻ ഇതുപോലെ കേസുമായി മുന്നോട്ട് പോയതാണ്. നിലവിൽ നിർമ്മാതാക്കൾ പ്രത്യേകിച്ച് തിയേറ്ററുകളിൽ നിന്നും വരുന്ന തിയേറ്റർ കോപ്പികൾ ഇതുപോലെ ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ പരക്കുന്നതുമായി ബന്ധപ്പെട്ട സൈബർ സെല്ലിലൊക്കെ പരാതി നൽകിയിരുന്നതാണ്. അതിനോടൊപ്പം തന്നെയാണ് ലിസ്റ്റൻ സ്റ്റീഫനും ഇപ്പോൾ ARM എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഓണത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി തിയേറ്ററുകളിൽ തന്നെ കളിക്കുന്ന ഒരു ചിത്രമാണ്. 22 കോടിയോളം രൂപയാണ് ആഗോളതലത്തിൽ ഈ ചിത്രം 4 ദിവസം കൊണ്ട് നേടിയെടുത്തത്. അതിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ 15 കോടിയോളം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുമുണ്ട്. അതിനിടയിലാണ് ഈ ഒരു കോപ്പി പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിലേക്ക് ഇങ്ങനെ കോപ്പികൾ പരക്കുന്ന ഒരു സമയത്ത് തിയേറ്ററുകളിലേക്ക് ഓണത്തിൽ പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് ആളുകളിൽ തിയേറ്ററിലേക്ക് വരുന്ന ഒരു സാധ്യത കുറയും. കാരണം ഫോണിൽ സിനിമ അവൈലബിൾ ആണെങ്കിൽ തിയേറ്ററുകളിലേക്ക് എന്തിനു പോകണം എന്നൊരു ചിന്ത വരും. അങ്ങനെ തിയേറ്റർ കളക്ഷൻ പ്രത്യേകിച്ച് സിനിമയിൽ തന്നെ വലിയൊരു ഇടിവുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഈ പൈറേറ്റഡ് കോപ്പികൾ പുറത്തു വരുന്ന സമയത്ത് പോലും തിയേറ്ററുകളിൽ നിന്ന് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു
ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. നിരവധി അത്യാധുനിക സംവിധാനങ്ങളുള്ള CCTV ദൃശ്യങ്ങളുണ്ടെങ്കിൽ പോലും ട്രൈപോഡും വെച്ച് യാതൊരുവിധ ഷേക്കുമില്ലാതെ എങ്ങനെയാണ് തിയേറ്ററിനുള്ളിൽ നിന്നുകൊണ്ട് ഈ ചിത്രം ഷൂട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു സാമാന്യ യുക്തിപരമായ ചോദ്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഭേദിച്ചുകൊണ്ട് ഓരോ സിനിമകൾ റിലീസാവും തോറും ഈ കോപ്പികൾ പുറത്തു വരികയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണവും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണവുമാണ് അജയന്റെ രണ്ടാം മോഷണം. 3D പതിപ്പിലാണ് ചിത്രം വന്നിരിക്കുന്നത്. പക്ഷേ ഈ പുറത്തു വന്ന കോപ്പികളൊക്കെ 2D ആണ്. 3D നമുക്കറിയാം സ്വാഭാവികമായും 3D ഗ്ലാസ് വെച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഫോണിൽ പകർത്തുന്ന സമയത്ത് അത് ബ്ലർ വിഷ്വൽസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ 2D കോപ്പിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ 2D കോപ്പിയാണ് ഇപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ളതിൽ പരക്കുന്നത്. അതിനെതിരെ തന്നെയാണ് ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് സംവിധായകനും നിർമ്മാതാവും അറിയിച്ചിരിക്കുന്നത്. ഹരി, അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എങ്ങനെ ഇത് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നത്? തിയേറ്റർ കോപ്പി തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ ഈ സംവിധായകരും അണിയറ പ്രവർത്തകരും? കാരണം ഒരു തിയേറ്ററിൽ അത്തരത്തിൽ ഷെയ്ക്കില്ലാത്ത വിധത്തിൽ അത് ഷൂട്ട് ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ അതിലൊരു മാഫിയ ഉണ്ടാകണം, അല്ലെങ്കിൽ അതിന് പിന്നിൽ കൂടുതൽ ഗൂഢാലോചന ഉണ്ടാകേണ്ട സാഹചര്യം കൂടി ഉണ്ടല്ലോ. പ്രത്യേകിച്ചും 3D ഇറങ്ങിയ ചിത്രമാണ്. 2D അപൂർവം തിയേറ്ററിൽ മാത്രമല്ലേ ഉള്ളത്? തീർച്ചയായും ഇതിന് വലിയ മാഫിയ തന്നെയുണ്ട്. കാരണം നമുക്കറിയാം ഓരോ സിനിമകൾ റിലീസാകും തോറും ഈ മാഫിയ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഒരു ലൂപ്പ് ഹോളുകളോ പ്രത്യേകിച്ച് കൃത്യമായ ഒരു നിയമാവലിയോ ഇല്ലാതിരിക്കുക എന്നൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇതിനകത്ത് കൃത്യമായ ഒരു നിയമം കൊണ്ടുവരണമെന്ന് തന്നെയാണ്. കഴിഞ്ഞ സിനിമകളൊക്കെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുവായൂർ അമ്പല നടയിലാവട്ടെ, അല്ലെങ്കിൽ ഓരോ സിനിമകൾ റിലീസാകും തോറും അതിൽ പ്രത്യേകിച്ച് എടുത്ത് സൂചിപ്പിക്കുകയാണെങ്കിൽ ആദ്യ ദിവസം മികച്ച പ്രതികരണമാണ് ചിത്രങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ രണ്ടാം ദിവസം ഈ ചിത്രങ്ങളുടെ പൈറേറ്റഡ് കോപ്പികൾ പുറത്ത് വന്നിരിക്കും. കാരണം ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് പ്രത്യേകിച്ച് ആദ്യ ദിവസത്തെ ഫസ്റ്റ് ഷോയോ സെക്കൻഡ് ഷോയിലോ ആയിരിക്കും മിക്കവാറും ഈ സിനിമകളൊക്കെ തന്നെ ഷൂട്ട് ചെയ്യപ്പെടുന്നത്. മോർണിംഗ് ഷോയിലുള്ള അഭിപ്രായത്തിന് ശേഷം മികച്ച അഭിപ്രായമാണെങ്കിൽ ഇത് ഫസ്റ്റ് ഷോയിലോ സെക്കൻഡ് ഷോയിലോ ശേഷം ഇത് വരും. മാത്രമല്ല ഇപ്പോൾ ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ തിയേറ്ററുകളിൽ ട്രൈപോഡ് ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം സംവിധായകനോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹവും ഞെട്ടലിലാണ്. കാരണം തിയേറ്ററുകളിനകത്ത് 2.5 മണിക്കൂർ സീറ്റിന് മുന്നിൽ ഒരു ട്രൈപോഡ് വെച്ച് ഫോണിൽ കണക്ട് ചെയ്തുകൊണ്ട് ഈ സ്ക്രീനിലുള്ള വിഷ്വൽസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് തൊട്ടടുത്തിരിക്കുന്ന ആരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ലേ, അല്ലെങ്കിൽ തിയേറ്റർ സ്റ്റാഫുകൾ പ്രതികരിക്കുന്നില്ലേ എന്നുള്ളൊരു സാമാന്യമായ ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഒട്ടാകെ തന്നെ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യവും ഇത് തന്നെയാണ്. എന്തുകൊണ്ട് ആരും പ്രതികരിക്കുന്നില്ല, തിയേറ്ററുകാർ വിഷ്വലിലൂടെ കാണുന്നില്ലേ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പ്രതികരണങ്ങൾ സംഭവിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ കോപ്പികൾ പുറത്തു വരുന്നത്. ഒരിക്കലും ഫോൺ നമ്മൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത് തന്നെ 5 മിനിറ്റ് കൂടുതലാകുമ്പോൾ തന്നെ ഷേക്ക് ആവും. ഈ 2.5 മണിക്കൂർ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നു, ഈ ഷൂട്ട് ചെയ്ത് പരക്കുന്നുണ്ട്. ഇതൊരു വലിയ മാഫിയ തന്നെ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വരുമ്പോഴേക്കും ARM എന്ന ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം നിയമ നടപടികളുമായി തന്നെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും സംവിധായകൻ ജിതിൻ ലാലും മുന്നോട്ട് തന്നെ പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി ഇതുപോലെ റിലീസാവുന്ന വലിയ ചിത്രങ്ങൾക്കൊക്കെ തന്നെ ഇതുപോലൊരു സംഭവങ്ങൾ മുന്നേയും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ആവർത്തനം തന്നെയാണ് ഇത് നടക്കുന്നത്. അതിന് മുന്നേ ഉണ്ടാകുന്ന കേസുകളൊക്കെ തന്നെ പിഴവുകളൊക്കെ ഉണ്ടാകുന്നത് കൂടെ തന്നെ പെട്ടെന്ന് തന്നെ ജാമ്യത്തിലിറങ്ങി പുറത്തു വരുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സിനിമകൾ റിലീസാവും തോറും പ്രത്യേകിച്ച് യൂടോറൻറ്റിലൊക്കെ നമുക്ക് അറിയാം തമിഴ് റോക്കേഴ്സ് എന്നൊക്കെ പറയുന്ന മുന്നേ ഒരു വെബ്സൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ബാൻഡ് ആണെന്ന് പറയുമെങ്കിൽ പോലും പല ലിങ്കുകളിലും പുതുതായി വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പുതിയ അഡ്രസ്സിലൊക്കെ വന്നുകൊണ്ടാണ് അവർ വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. അതിനുശേഷം ടെലഗ്രാം ഗ്രൂപ്പുകൾ, സംവിധായകൻ പറഞ്ഞതും അത് തന്നെയാണ്, ടെലഗ്രാമുകളിലൂടെ സിനിമകൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ ആപ്പിലൂടെ സിനിമകൾ ഷെയർ ചെയ്യപ്പെടുന്നത് തിയേറ്റർ പ്രിന്റുകൾ ഉൾപ്പെടെയുള്ള സിനിമകളായിക്കോട്ടെ വലിയ രീതിയിൽ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സിനിമ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്തുന്നുമുണ്ട്. ഇതൊരു വലിയ രീതിയിൽ തന്നെ ഒരു വൈറസായി മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് 8 വർഷത്തെ കഠിനാധ്വാനത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം കണ്ണീരോടെയാണ് സംസാരിച്ചത്. ഞാനല്ലാതെ എന്ത് പറയാനാണെന്നുള്ള ഒരു നിസ്സഹായ രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്നുള്ളതാണ് എടുത്ത് സൂചിപ്പിക്കാൻ. പക്ഷേ അത്രയും ഏകദേശം 30 കോടിയാണ് മുതൽ മുടക്ക്. നമുക്കറിയാം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം 30 കോടി മുതൽ മുടക്കിൽ വരുന്ന ഒരു സിനിമ വല്ലപ്പോഴും അപൂർവമായി സംഭവിക്കുന്നത് മാത്രമാണ്. കാരണം ചെറിയൊരു ഇൻഡസ്ട്രി തന്നെയാണ് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി സംബന്ധിച്ചിടത്തോളം മലയാളം. അതിൽ 30 കോടി ബഡ്ജറ്റിൽ ഒരു 3D ചിത്രം വരുന്ന ഒരു സമയത്ത് എൽദോ സൂചിപ്പിച്ചതുപോലെ 2D വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ക്രീനുകളിൽ മാത്രമാണ് പ്രദർശിപ്പിക്കുന്നത്. അതിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഹിന്ദി കോപ്പിയും ഇതുപോലെ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് തന്നെ ഇതൊരു വലിയ മാഫിയാണ്. ഇന്ത്യ ഒട്ടാകെ തന്നെ വലിയൊരു മാഫിയ അതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഡൊണാൾഡ് ട്രംപിനെതിരെ ആക്രമണത്തിന് ശ്രമിച്ച റയാൻ റൌത്തിനെ ഫ്ലോറിഡയിലെ കോടതിയിൽ ഹാജരാക്കി. 2 ഫെഡറൽ കുറ്റമാണ് റയാൻ റൌത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ളയാൾ തോക്ക് കൈവശം വെച്ചു, തോക്കിൻ്റെ സീരിയൽ നമ്പർ മായ്ച്ചു കളഞ്ഞു എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. അതിനിടെ ട്രംപിൻ്റെ വധശ്രമവുമായി ബന്ധപ്പെട്ട് എലോൺ മസ്കിൻ്റെ പ്രസ്താവനയും വിവാദമായിട്ടുണ്ട്. ജോ ബൈഡനെയും കമല ഹാരിസിനെയും ആരും വധിക്കാൻ ശ്രമിക്കുന്നില്ല എന്നായിരുന്നു മസ്കിൻ്റെ പ്രതികരണം. വിവാദത്തെ തുടർന്ന് മസ്ക് ആ ട്വീറ്റ് പിൻവലിക്കുകയും ചെയ്തു. സജിമോൻ ആന്റണിയാണ് USA നിന്നും ചേരുന്ന വിവരങ്ങളുമായി. സജിമോൻ, മറ്റൊരു വധശ്രമമാണ് ഇന്നലെ നേരിട്ടത്. അതിന് പിന്നാലെ വിവാദങ്ങളും ഉയരുന്നു.
എന്താണ് നിലവിലെ സാഹചര്യം? ട്രംപിന്റെ കാര്യത്തിലേക്ക് പറയുവാണെങ്കിൽ ഈ ഒരു മാസത്തിനകത്താണ് 2 അറ്റംപ്റ്റ് വരുന്നത്. പെൻസിൽവേനിയയിൽ കഴിഞ്ഞ മാസം ട്രംപ് റാലി നടന്നിരുന്ന ആ സമയത്ത് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ചെവി തുളച്ചുകൊണ്ടാണ് പോയത്. അത് വളരെ ഒരു ലക്കായിരുന്നു. അത് സീക്രട്ട് സർവീസിന്റെ ഒരു അട്ടർ ഫെയിലിയർ ആയിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇന്നലത്തെ ആ ഒരു വധശ്രമത്തിനകത്ത് നിന്ന് ട്രംപ് രക്ഷപ്പെട്ടത് അത് സീക്രട്ട് സർവീസിന്റെ ഒരു സക്സസ് ആയിട്ടാണ് ഇവിടെ അതിനെ ടേൺ അറൗണ്ട് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾക്ക് എവർക്കും അറിയാം, ട്രംപിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു എക്സ് പ്രസിഡന്റ് സെക്യൂരിറ്റി ഒരിക്കലും കറന്റ് പ്രസിഡന്റിന്റെ ഈക്വൽ ആയിരിക്കത്തില്ല. അതുകൊണ്ട് എന്നാലും ട്രംപിന് ഒരു പ്രത്യേക പരിഗണന ഉണ്ട് ഇപ്പോഴത്തെ ഒരു കാൻഡിഡേറ്റ് എന്ന രീതിയിലും. അതൊക്കെ തന്നെ സീക്രട്ട് സർവീസ് അദ്ദേഹത്തോടൊപ്പം വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. 3 ലെയറിൽ ഉള്ളതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് ട്രംപ് ഗോൾഫ് കളിക്കുന്ന ആ ഒരു മൈതാനത്ത് ട്രംപ് 5ാമത്തെ ഹോളിലും 6ാമത്തെ അവിടെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. 18 ഹോളുകളുള്ള ഗോൾഫ് കോഴ്സ് ആയിരുന്നു അത്. അപ്പം അതിനകത്ത് ട്രംപിന് മുന്നിൽ ഹോൾ നമ്പർ 7ലും 8ലും 9ലും ആദ്യം സെക്യൂരിറ്റി ചെക്ക് ചെയ്യും. ആ ഒരു സമയത്താണ് ഈ ഒരു തോക്കിന്റെ മുന പൊന്തക്കാട്ടിലൂടെ വേലിയിലൂടെ സീക്രട്ട് സർവീസിന്റെ കണ്ണിൽ പെടുകയും സീക്രട്ട് സർവീസ് അങ്ങോട്ട് വെടിവെക്കുകയുമാണ് ഉണ്ടായത്. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അക്രമി ഇങ്ങോട്ട് വെടിവെച്ചു എന്നുള്ളത്. ആക്ച്വലി ഇങ്ങോട്ട് വെടിവെച്ചില്ല. എനിക്ക് അറിയാൻ കഴിയുന്നത് ഏകദേശം 12 മണിക്കൂറോളം ഈ ഒരു അക്രമി ഈ പൊന്തക്കാട്ടിൽ പതുങ്ങി കിടക്കുകയായിരുന്നു ഈ ഒരു വരവിന് വേണ്ടിയിട്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അമേരിക്കൻ ജനത ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നത്. കാരണം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ, അമേരിക്കൻ ജനാധിപത്യത്തിൽ ഇവിടെ അക്രമത്തിന് ഒരു പ്രസക്തിയില്ല എന്നുള്ളത് വസ്തുതയാണ്. മുമ്പ് ഞാൻ പറഞ്ഞു ഏകദേശം 50,000 ആൾക്കാർ മരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് മിക്കവാറും ഇങ്ങനെയുള്ള മാസ് ഷൂട്ടിംഗ്സിന്റെ ഫലമായിട്ടാണ്. ഇന്ന് തന്നെ ഫ്ലോറിഡയിൽ 11 വയസ്സുള്ള ഒരു കൊച്ച് മിഡിൽ സ്കൂളിലേക്ക് തോക്കുമായിട്ട് വന്നു. അതിനെ പോലീസ് കറക്റ്റ് സമയത്ത് ഇന്റർവ്യൂ ചെയ്തു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു 14 വയസ്സുകാരൻ 4 പേരെ ഷൂട്ട് ഡൗൺ ചെയ്തത്. അങ്ങനെ എല്ലാ അക്രമങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിനകത്ത് ഒരു പങ്കുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ ഒരു അക്രമം, ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായ അതേ സമയം തന്നെ പ്രസിഡന്റ് ബൈഡനും കമലാ ഹാരിസും സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയുണ്ടായി. അമേരിക്കൻ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അക്രമത്തിന് യാതൊരു സ്ഥാനവുമില്ലെന്നും അതിനെ ശക്തിയുക്തം അപലപിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഒരു സിറ്റുവേഷൻ, ഒരു വ്യത്യാസം വന്നത് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് JD വാൻസും ഒരുമിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയെ അല്ലെങ്കിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ ബ്ലെയിം ചെയ്യുകയാണ് ഉണ്ടായത്. ട്രംപിന്റെ സെക്യൂരിറ്റിയിലുള്ള സീക്രട്ട് സർവീസിന്റെ വീഴ്ചയാണ് ഇത് പ്രതിഫലിക്കുന്നത് എന്നും ഇതിന്റെ ഉത്തരവാദിത്തം ബൈഡൻ ഹാരിസ് അഡ്മിനിസ്ട്രേഷൻ ആണ് എന്നും ഹാരിസ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആണ് എന്നുള്ള ഒരു ന്യൂസ് ഔട്ട്ലെറ്റും ഉണ്ടായി. എലോങ് വിത്ത് ദാറ്റ് താങ്കൾ പറഞ്ഞുകൊണ്ട് തന്നെ എലോൺ മസ്ക് ഒരു ട്വീറ്റ് ചെയ്യുകയും അതിനെ വിഡ്രോ ചെയ്യുകയും ചെയ്തു. ഏതായാലും രാഷ്ട്രീയമായിട്ട് വളരെ കലുഷിതമായിട്ടാണ് ഇപ്പൊ പോകുന്നത്. ഇതിനൊരു ഓൾട്ടർനേറ്റീവ് തിയറിയും ഉണ്ട്. ഏകദേശം പലപ്പോഴും നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ ഇവിടുന്ന് കേൾക്കാറുണ്ട്, ഇലക്ഷൻ വരുമ്പോഴത്തേക്കും കാശ്മീരിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നം വരും, അത് വോട്ടിനെ ബാധിക്കാനാണ് എന്നുള്ള തരത്തിലുള്ള സംസാരങ്ങൾ വരുന്നത് പോലൊക്കെ തന്നെ അമേരിക്കയിലും അങ്ങനെ ഒരു സംസാരമാണ്. ഒരു ഓൾട്ടർനേറ്റീവ് തിയറി ഉണ്ട്. ഇതൊക്കെ തന്നെ കാരണം ട്രോക്ക് ഇങ്ങോട്ട് വെടിവെച്ചിട്ടില്ല, അപ്പൊ ഇതൊരു ഗിമിക്സ് ആയിരുന്നോ, അങ്ങനെയാണോ, റിയൽ ആയിട്ടൊരു ത്രെട്ട് ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു ഓൾട്ടർനേറ്റീവ് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഇതൊന്നും ഒഫീഷ്യൽ ആയിട്ടുള്ളതല്ല. ഏതായാലും FBI-യും അല്ലെങ്കിൽ സീക്രട്ട് സർവീസ് ഏജൻസും ഇതിനെ വളരെ ശക്തിയുക്തം ആണ് ഈ ഒരു അന്വേഷണം മുന്നേക്ക് പോകുന്നത്. ഈ ഒരു അക്രമിക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലവുമുണ്ട്. എന്നാൽ വലിയൊരു സിവിയർ അല്ല. ഫെലണി ഉൾപ്പെടെ വണ്ടിയുടെ ടിക്കറ്റ് അല്ലെങ്കിൽ ട്രാഫിക് ടിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഏകദേശം 8ഓളം കാര്യങ്ങൾക്ക് ഇദ്ദേഹത്തെ ഓൾറെഡി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഗണ്ണിന്റെ ഇതിനു വേണ്ടിയിട്ട് തന്നെ 2 വർഷമോ അതോ 1 വർഷമോ മുമ്പ് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ഇൻസിഡന്റ് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതോറിറ്റിക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ അതോറിറ്റീസ് നമ്മുടെ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ ഓഫീസിൽ വന്ന് നമ്മളെ ഇന്റർവ്യൂ ചെയ്ത് മേക്ക് ഷുവർ ചെയ്യും ഇത് ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ. എന്നാൽ അവിടെ പോലും ഇത് ഫെയിലിയർ ആയി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ അറിയാൻ കഴിയുന്നത്. റൈറ്റ്. സജിമോൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് USA-യിൽ നിന്ന്. മറ്റു വാർത്തയിലേക്ക്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പീഡനം നേരിടുന്നുവെന്ന ഇറാൻ പ്രസിഡന്റ് അയത്തുള്ള ഖുമേനിയുടെ പ്രസ്താവനയിൽ മറുപടിയുമായി ഇന്ത്യയിലെ സാഹചര്യം പറയുന്നതിന് മുൻപ് അവരവരുടെ സാഹചര്യം ഇറാൻ നോക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഇന്ത്യയിലെ സാഹചര്യം അറിയാതെയാണ് ഇറാന്റെ പ്രതികരണം. തെറ്റിദ്ധാരണ മൂലമാണ് ഇത്തരം പ്രതികരണമെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒരിടവേള.
ഷിരൂർ ദൗത്യത്തിനായുള്ള ഡ്രഡ്ജർ ഗോവ തുറമുഖത്ത് നിന്നും പുറപ്പെട്ടു. ഇന്ന് രാത്രിയോടെ കാർവാർ തുറമുഖത്ത് എത്തുന്ന ഡ്രഡ്ജർ നാളെ വൈകിട്ടോടുകൂടി ഷിരൂരിലെ അപകട സ്ഥലത്ത് എത്തിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. KV ബൈജു വിവരങ്ങൾ നൽകും. ബൈജു, ഇത് വലിയ ചിലവേറുന്ന ദൗത്യമാണ്, പക്ഷേ എങ്കിൽ പോലും ആ ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തൊക്കെയാണ് ഇതിലെ വിവരങ്ങൾ? തീർച്ചയായും എൽദോ, 1 കോടിയോളം രൂപ ചിലവിട്ടാണ് ഇപ്പോൾ അവസാനഘട്ട തിരച്ചിൽ, അർജുനായുള്ള അവസാനഘട്ട തിരച്ചിൽ നടത്തുന്നത്. ഇതിനായുള്ള ഡ്രഡ്ജറാണ് ഇപ്പോൾ ഗോവയിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നത്. 7 മണിയോടുകൂടി പുറപ്പെട്ട ഡ്രഡ്ജർ കാർവാർ തുറമുഖത്ത് ഇന്ന് വൈകിട്ടോടുകൂടി എത്തുമെന്നാണ് ഈ ഡ്രഡ്ജർ അധികൃതർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ, അതായത് വേലിയിറക്ക സമയത്തായിരിക്കും ഈ ഷിരൂർ ഗംഗാവലി പുഴയിലേക്ക് ഡ്രഡ്ജർ എത്തിക്കുക. നാളെ വൈകിട്ടോടുകൂടി ഡ്രഡ്ജർ എത്തിച്ച് വ്യാഴാഴ്ചയോടുകൂടി തിരച്ചിൽ പുനരാരംഭിക്കാനാണ് ഇപ്പോൾ ഏകദേശം തീരുമാനമായിരിക്കുന്നത്. നാളെ വളരെ നിർണായകമായ ഒരു യോഗം കൂടി കാർവാറിൽ ജില്ലാ ഭരണകൂടത്തിന്റെ വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ ഏതൊക്കെ രീതിയിലുള്ള തിരച്ചിലാണ് നടത്തേണ്ടതെന്ന് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമുണ്ടാകും. പ്രധാനമായും ഈശ്വർ മൽപ്പ ഉൾപ്പെടെയുള്ളവരുടെ സേവനം ഇതിൽ ലഭ്യമാക്കും എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. 10 ദിവസത്തെ തിരച്ചിലാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. അതിനായി ഇത്തരത്തിൽ 1 കോടി രൂപ ചിലവിട്ടാണ് ഈ ഡ്രഡ്ജർ എത്തിക്കുന്നത്. പ്രധാനമായും ഈ ലോറി കൃത്യമായി ഈ സോണാർ പരിശോധനയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്ത് വലിയ തോതിൽ മണ്ണ്, ചെടിയൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ മണ്ണ് നീക്കം ചെയ്യാനാണ് ഡ്രഡ്ജർ എത്തുന്നത്. ഈ മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ലോറി പുറത്തേക്ക് എടുക്കാൻ പറ്റും. ആ ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ, അതാണ് പ്രധാനമായും ഈ ദൗത്യ സംഘം നോക്കുന്നത്. അതിനൊപ്പം എടുത്തു പറയേണ്ടത് 2 കന്നഡിഗരെ കൂടി ഈ പ്രദേശത്ത് കാണാതായിട്ടുണ്ട്. അവരെ കൂടി കണ്ടെത്താനുള്ള ഒരു ദൗത്യമാണിത്. അതായത് ലോകേഷും ജഗന്നാഥും, ഇവർക്ക് വേണ്ടിയും കൂടിയുള്ള ഒരു ദൗത്യമാണിത്. അതായത് 3 പേരെ കണ്ടെത്താനുണ്ട്. അതിൽ അർജുന്റെ ലോറി ഉൾപ്പെടെ അർജുനെ കാണാതായിട്ടുണ്ട്. ഇത് കണ്ടെത്തുക, ലോറി പുറത്തേക്ക് എടുക്കുക, ഇതാണ് പ്രധാനമായും ലക്ഷ്യപ്പെടുന്നത്. എന്തായാലും വ്യാഴാഴ്ച രാവിലെയോടുകൂടി ഈ തെരച്ചിൽ ആരംഭിക്കും. വേലിയിറക്ക സമയത്തായിരിക്കും. ഷിരൂറിലെ ഒരു പാലമുണ്ട്, ആ പാലം കടന്നു വേണം ഈ ഗംഗാവലി പുഴയിലേക്ക് ഈ ഡ്രഡ്ജർ എത്തിക്കാൻ. ആ വേലിയിറക്ക സമയത്ത് ഈ പാലത്തിലൂടെ ഈ ഗംഗാവലി പുഴയിൽ എത്തിക്കാനാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത്. എന്തായാലും ഡ്രഡ്ജർ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും ഈ പുനരാരംഭിക്കുകയാണ്, അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുകയാണ്. എന്തായാലും വലിയ തോതിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു ഈ തെരച്ചിൽ പുനരാരംഭിക്കുമോ എന്ന കാര്യത്തിൽ പോലും. എന്തായാലും ആ അനിശ്ചിതത്വത്തിനെല്ലാം വിരാമം വിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഡ്രഡ്ജർ പുറപ്പെട്ടിരിക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന തെരച്ചിലായിരിക്കും. മാത്രമല്ല, ഇത് അവസാന ഘട്ട തെരച്ചിലാണെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു തെരച്ചിലിൽ അർജുന്റെ ഏതെങ്കിലും ശരീരാവശിഷ്ടങ്ങളോ അതോ മറ്റോ ഈ മറ്റ് കാണാതായ 2 പേരുടെ ഏതെങ്കിലും ശരീരാവശിഷ്ടങ്ങളോ കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. എന്തായാലും വീണ്ടും ഷിരൂരിലേക്ക് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും വ്യാഴാഴ്ച രാവിലെയോടുകൂടി തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എൽദോ, ബൈജു, ഈ ഗംഗാവലിയിലെ സാഹചര്യം എന്താണ്? ജലനിരപ്പിന്റെ ഒരു സാഹചര്യമൊക്കെ എന്താണ്? അടിയൊഴുക്ക്, അതൊക്കെയായിരുന്നു ഒരു വലിയ പ്രതിസന്ധി ആദ്യഘട്ട തെരച്ചിൽ സമയങ്ങളിലൊക്കെ. മാത്രമല്ല, ഇത് എത്ര ദിവസത്തേക്കാണ് ഈ പദ്ധതി പ്ലാൻ ചെയ്യുന്നത്? അതായത് തിരച്ചിൽ ഏതാണ്ട് അവസാനം ശ്രമമായിരിക്കുമെന്ന് ഏറെക്കുറെ ഊഹിക്കാം. അപ്പോൾ അത് എത്ര ദിവസം ശ്രമിക്കും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. തീർച്ചയായും എൽദോ, 10 ദിവസത്തെ തെരച്ചിലാണ് ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. അതിനായാണ് ഈ ഡ്രഡ്ജർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇതിന് 1 കോടി രൂപ, അതായത് 10 ദിവസത്തേക്കുള്ള വാടകയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. മുൻകൂറായി തന്നെ നൽകിയിരിക്കുന്നത് 1 കോടി രൂപ. ആ 10 ദിവസത്തെ തെരച്ചിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് 3-4 ദിവസത്തിനകം തന്നെ ഈ ലോറി പുറത്തേക്ക് എടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 5 ദിവസത്തെ തെരച്ചിൽ കൊണ്ട് തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൽദോ, ആദ്യം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി വലിയ തോതിൽ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു ഈ ഉത്തര കന്നഡ ജില്ലയിൽ ഉൾപ്പെടെ, ഈ ഗോവയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ. ഏതായാലും നിലവിൽ കാലാവസ്ഥ വളരെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള ഒരു തീരുമാനവും എടുത്തിരിക്കുന്നത്. ഈ ഡ്രഡ്ജർ കടൽ മാർഗമാണ് ഈ ഗംഗാവലി പുഴയിലേക്ക് എത്തിക്കേണ്ടത്. അതുകൊണ്ട് വളരെ നല്ല കാലാവസ്ഥ, അനുകൂല കാലാവസ്ഥയിൽ മാത്രമേ ഈ കടലിലൂടെ ഇത്തരത്തിൽ ഈ ഡ്രഡ്ജർ എത്തിക്കാൻ പറ്റൂ. ഏതാണ്ട് 25 മണിക്കൂർ സമയമെടുത്താണ് ഈ ഗംഗാവലി പുഴയിൽ ഗോവയിൽ നിന്നും ഈ ഡ്രഡ്ജർ എത്തിക്കുന്നത്. ഇന്ന് ഈ ഡ്രഡ്ജർ വൈകിട്ടോടുകൂടി കാർവാറിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ ആയിരിക്കും വേലിയിറക്ക സമയം നോക്കി ഈ കാർവാറിൽ നിന്നും
ഗംഗാവലി പുഴയിലേക്ക് ഡ്രഡ്ജർ പുറപ്പെടുക. അവിടെ നിന്നും 10 മണിക്കൂർ സമയമെടുക്കുമെന്നാണ് ഈ അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും കാലാവസ്ഥ വളരെ അനുകൂലമാണ്. ഈ കാലാവസ്ഥ പരമാവധി പ്രയോജനപ്പെടുത്തി ഈ ദൗത്യം പുനരാരംഭിക്കുക. ഏതെങ്കിലും തരത്തിൽ ലോറി പുറത്തേക്കെടുത്ത് ലോറിക്കകത്ത് അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്തുക, അതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ ഈ ലോറിക്ക് മരത്തിന് കിട്ടിയിരുന്ന ഈ കയർ ഉൾപ്പെടെ ലഭിച്ച ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് സോണാർ പരിശോധനയിൽ, നേവിയുടെ സോണാർ പരിശോധനയിൽ കൃത്യമായി ഈ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയിരിക്കുന്നു. അതിനു മുകളിൽ ഇപ്പോൾ കൂടുതൽ ചെളിയും മണ്ണും ഒക്കെ നിറഞ്ഞ ഒരു സാഹചര്യമുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം നേവി ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പങ്കുവച്ചത്. എന്തായാലും ആ മണ്ണും ചെളിയും നീക്കുക, അതാണ് ഏറ്റവും പ്രധാനം. അതിനാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജർ. ഇപ്പോൾ അർജുന സഹോദരി അഞ്ജു ടെലിഫോൺ ലൈനിലുണ്ട്. അഞ്ജു, നമ്മൾ ഒരുപാട് സമ്മർദ്ദമൊക്കെ ചെലുത്തിയതാണ്. ഏറ്റവും ഒടുവിൽ അവർ വീണ്ടും ഒരു ശ്രമം നടത്തുന്നു. ഡ്രഡ്ജർ ഗോവയിൽ നിന്നും പുറപ്പെട്ടു. എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഇതിന് മുന്നിൽ കാണുന്നത്? കാരണം അവസാനപ്പെട്ട ഒരു ശ്രമമാണല്ലോ അത്. അതെ, നമ്മളിനി ലോറിന്റെ അടുത്ത് പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുവരെ നമ്മള് പ്രതീക്ഷയോടെ നിൽക്കുന്നുണ്ട്. അവസാന ശ്രമം. നിങ്ങൾ പോകുന്നുണ്ടോ ആരെങ്കിലും അങ്ങോട്ടേക്ക്, ഷിരൂരിലേക്ക്? ഹസ്ബൻഡ് എന്നാണെങ്കിലും പോകുന്നുണ്ട്. ഞാൻ നോക്കണം, ഞങ്ങള് എല്ലാരും പോയിട്ടില്ലെങ്കിലും പോകണം. ഓക്കെ. ഈ അവിടെ നിന്നുള്ള ഈ ജില്ലാ ഭരണകൂടവും MLA ഒക്കെ വീണ്ടും ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയും ഒരു പ്രതികരണമൊക്കെ എന്താണ്? ഈ തെരച്ചിൽ തുടരണം എന്നുള്ള കാര്യത്തിൽ ഒരു നിലപാട് എന്താണ് നിങ്ങളെ അറിയിക്കുന്നത്? എല്ലാവർക്കും മാക്സിമം ചെയ്യാൻ പറ്റിയ സപ്പോർട്ടൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എല്ലാവരും അതിനു വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരാണെങ്കിലും അവിടെയുള്ള ആളുകളാണെങ്കിലും മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഭീമമായ തുക വരുന്നു എന്ന് പറഞ്ഞപ്പോഴൊക്കെയും അവർ അതിൽ പോസിറ്റീവായി നിലപാടെടുത്തത് സന്തോഷകരമാണ് അല്ലേ? അതെ അതെ. ഓക്കെ അഞ്ജു, എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ നിൽക്കാം. നമുക്ക് ഈ തെരച്ചിൽ അവസാന ഘട്ടമാണെങ്കിൽ പോലും അത് നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. നന്ദി പ്രതികരിച്ചതിന് അഞ്ജു. അർജുൻ്റെ സഹോദരിയാണ്. മറ്റു ചില വാർത്തയിലേക്ക് കൂടി. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിൽ സമരം നടത്തുന്ന ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്നലെ രാത്രി നടത്തിയ ചർച്ചയിൽ 3 ആവശ്യങ്ങളാണ് അംഗീകരിച്ചത്. 2 ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസ് കമ്മീഷണറെയും മാറ്റി. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. 24 സീറ്റുകളിലാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകവുമാണ്. 3 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. സെപ്റ്റംബർ 25, ഒക്ടോബർ 1 തീയതികളിലായിട്ടാണ് 2ഉം 3ഉം ഘട്ടങ്ങൾ. ഒക്ടോബർ 8-ന് 90 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണും. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ പൊട്ടിത്തെറിയുണ്ടായി. പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 4 പേർ കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരിക്കേറ്റു. നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി മറ്റൊരു പ്രതികരണം. അർബുദ രോഗം വിടാതെ പിന്തുടരുന്ന കുടുംബത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹായഹസ്തം. കൊച്ചി പെരുമ്പളത്തുള്ള ഇവരുടെ വീടിൻ്റെ ജപ്തി, അതിൻ്റെ പണമടച്ച് പൂർണ്ണമായും ഒഴിവാക്കുകയും ക്യാൻസർ രോഗബാധിതയായ 4 വയസ്സുകാരിക്ക് ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തു കേന്ദ്രമന്ത്രി. ദുരന്തങ്ങൾ വിടാതെ പിന്തുടരുന്ന കുടുംബമാണ് പെരുമ്പളം സ്വദേശിയായ മത്സ്യത്തൊഴിലാളി രാജപ്പൻ്റേത്. മകൾ രശ്മിമോൾ 26-ാം വയസ്സിൽ ക്യാൻസർ ബാധിച്ച് മരിച്ചു. ഏറെ വൈകാതെ ഭാര്യ മിനിക്കും ക്യാൻസർ സ്ഥിരീകരിച്ചു. മിനിയുടെ ചികിത്സ തുടരാൻ പാടുപെടുമ്പോഴാണ് മകളുടെ ഇളയകുട്ടി 4-ാം ക്ലാസ്സുകാരി ആരഭിയെയും രോഗം പിടികൂടുന്നത്. ഇവരുടെ ചികിത്സയ്ക്കായാണ് ബാങ്കിൽ വീട് പണയപ്പെടുത്തിയത്. തുച്ഛമായ വരുമാനവും ചികിത്സയും കൂടിയായപ്പോൾ ബാങ്ക് ലോൺ അടവ് മുടങ്ങി. പിന്നെ നാട്ടുകാർ സഹായിച്ച് മുന്നോട്ട് നീങ്ങുന്നതിനിടെയാണ് സാമൂഹ്യ പ്രവർത്തകനായ കണ്ണൻ പെരുമ്പളത്തിലൂടെ സുരേഷ് ഗോപിയുടെ ഇടപെടൽ. സുരേഷ് ഗോപി സാറ് വന്ന് എനിക്കിപ്പോൾ ഈ പ്രമാണം എടുത്ത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സയുടെ കാര്യങ്ങളും കൂടിയൊക്കെ നടന്നു കിട്ടുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാ ആളുകളോടും ജനത്തിനോടും കടപ്പെട്ട് ഇരിക്കുകയാണ്. എനിക്ക് അത് ദൈവത്തിന്റെ മുമ്പിലും നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാനത് നന്ദി പറയുന്നു. എനിക്ക് അത്രയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. കാരണം ഞാനും എൻ്റെ കുടുംബവും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട് തിരിച്ചു കിട്ടിയില്ല എന്നുള്ളൊരു സന്തോഷം ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ തന്നിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് ഇത്രയും പറയാനുള്ള സുരേഷ് ഗോപി സാറിന് ഒരുപാട് കോടി പ്രണാമം ഞങ്ങളുടെ അതിൽ അർപ്പിക്കുന്നുണ്ട്. അത്രയ്ക്ക് സന്തോഷമുണ്ട് ആ പുണ്യാത്മാവ് അങ്ങനെ ചെയ്തതിൽ.
ഇളയ പേരക്കുട്ടി ആരബി ജന്മന സംസാരശേഷി കുറവാണ്. മജ്ജയിലാണ് കുട്ടിക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. കുട്ടിയുടെ തുടർ ചികിത്സയും സുരേഷ് ഗോപി ഉറപ്പു നൽകിയിട്ടുണ്ട്. അവർക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം, അതിനുള്ള സൗകര്യം ഒരുക്കാൻ പറ്റി, അത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പഠിത്തത്തിന്റെ കാര്യം ലോക്കോ പൈലറ്റ്സ് നോക്കുന്നുണ്ട്. അതൊക്കെ ഒരു വലിയ സിഗ്നലാണ്. ഇനി ചികിത്സയുടെ കാര്യത്തിന് ഡോക്ടേഴ്സിനെ എല്ലാം വിളിച്ച് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഓവർ ഹെഡ്സ് എന്താണെന്നൊക്കെ നോക്കണം. സുരേഷ് ഗോപിയുടെ ട്രസ്റ്റിൽ നിന്നുമാണ് ജപ്തി ഒഴിവാക്കാൻ പണമടച്ചത്. മൂത്തമകൾ ആരാധ്യയുടെ പഠനകാര്യങ്ങൾ ലോക്കോ പൈലറ്റ് കൂട്ടായ്മയായ സംഘബന്ധു സമർപ്പൺ ഏറ്റെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. തൃശ്ശൂരിലെ പുലിക്കളിയോളം പ്രസിദ്ധമാണ് പാലക്കാട് പല്ലശ്ശനയിലെ ഓണത്തല്ലും. ഏറ്റവും പഴക്കം ചെന്ന ഓണക്കളികളിലൊന്നായ പല്ലശ്ശനക്കാരുടെ ഓണത്തല്ലിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. അഭ്യാസിയുടെ മെയ്വഴക്കത്തോടെ പുരുഷാരത്തിന് മധ്യത്തിലാണ് ഹയ്യത്തട വിളികളോടെ യോദ്ധാക്കളുടെ ഓണത്തല്ല്. ആട്ടക്കളത്തിലെ പോർവിളിയും കണ്ണിൽ നിന്ന് പൊന്നീച്ച പറക്കുന്ന തല്ലും പല്ലശ്ശനയിലെ തിരുവോണ ദിനത്തിലും അവിട്ടനാളിലുമാണ് പ്രസിദ്ധമായ ഓണത്തല്ല്. കൈ പരത്തിയുള്ള അടിയും തടയും മാത്രമേ ഓണത്തല്ലിൽ പാടുള്ളൂ. മുഷ്ടി ചുരുട്ടി ഇടിക്കുകയോ ചവിട്ടുകയോ ചെയ്യരുത്. അങ്ങനെ വന്നാൽ റഫറി ഫൗൾ വിളിക്കും. പല്ലശ്ശന ദേശത്തെ നാട്ടുരാജാവായിരുന്ന കുറൂർ നമ്പിടിയെ സാമൂതിരിയുടെ നിർദ്ദേശാനുസരണം കുതിരവട്ടം നായർ ചതിച്ചുകൊന്നെന്നും രോഷം പൂണ്ട ദേശവാസികൾ പോർവിളി നടത്തിയതിൻ്റെയും ഓർമ്മ പുതുക്കലാണ് ഓണത്തല്ല്. തിരുവോണനാളിൽ മന്താടിയാർ വിഭാഗക്കാരും അവിട്ടം നാളിൽ നായർ സമുദായക്കാരുമാണ് ആട്ടക്കളത്തിലെ ഓണത്തല്ല് വീരന്മാർ. തല്ലിൽ പങ്കെടുക്കുന്ന ഇരുചേരികളിലെയും യോദ്ധാക്കൾ കുളി കഴിഞ്ഞ് മാംസാഹാരം കൂട്ടിയുള്ള കൊലച്ചോറുണ്ട് വീടുകളിൽ നിന്നും ഇറങ്ങും. പിന്നീട് ദേശദൈവങ്ങളെ വണങ്ങിയ ശേഷം കച്ചകെട്ടി ഭസ്മം ചാർത്തി യോദ്ധാക്കൾ ആട്ടക്കളത്തിൽ ഇറങ്ങുന്നതോടെ ചേരി തിരിഞ്ഞുള്ള നിരയോട്ടം തുടങ്ങുന്നു. യുദ്ധാരവത്തെ അനുസ്മരിക്കുന്ന ധൂയിവിളികളോടെ ഇരുചേരിക്കാരുടെയും നിരയോട്ടം. പിന്നെ തല്ലിൻ്റെ പൊടിപൂരമായിരിക്കും. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. വാർത്താരംഭം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 10 രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. മൊഴിയെടുത്ത്